ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കൊല്ലം കണ്ണൂർ ജില്ലാ LDC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വിശദമായ അനാലിസിസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ 2 പാർട്ടിലായിട്ട് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി 50 ക്വസ്റ്റ്യൻസിൽ ആണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ചന്ദ്രയാൻ 3 മിഷൻ്റെ റോവർ ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രഗ്യാനാണ് റോവർ. അപ്പോൾ ഇതിലൊരു ഓപ്ഷൻ വിക്രം വരുന്നുണ്ട്. വിക്രം എന്താണ്? വിക്രം എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 മിഷൻ്റെ ലാൻഡറിനെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ലാൻഡർ ആണ് വിക്രം, അതുപോലെ റോവറാണ് പ്രഗ്യാൻ. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അടുത്തത് കൂത്തിനുപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മിഴാവ്. മിഴാവാണ് കൂത്തിനുപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം. അടുത്ത ക്വസ്റ്റ്യൻ, 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? അപ്പോൾ ഭൂതരായർ രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാൻ. അപ്പോൾ ഭൂതരായർ രചിച്ചത് രാമവർമ്മ അപ്പൻ തമ്പുരാൻ 1923 ഈ ഒരു നോവൽ രചിച്ചത്. അടുത്തത്, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. വെട്ടത്ത് സമ്പ്രദായം കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാകവി P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാര്? അപ്പോൾ മഹാകവി P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് എഴുതിയ കവിതയാണ് മേഘരൂപൻ. അത് എഴുതിയതാരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആറ്റൂർ രവിവർമ്മ. ആറ്റൂർ രവിവർമ്മയാണ് മേഘരൂപൻ എന്ന കവിത എഴുതിയത്. മേഘരൂപൻ എന്ന കവിത ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? മഹാകവി P. കുഞ്ഞിരാമൻ നായരെ കുറിച്ചിട്ടാണ് മേഘരൂപൻ എന്ന കവിത ആറ്റൂർ രവിവർമ്മ രചിച്ചിരിക്കുന്നത്. അടുത്തത്, കേരള ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഇത് ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. അപ്പോൾ ഇന്തോനേഷ്യയിലായിരുന്നു 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പ് നടന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രിയ AS. അപ്പോൾ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ്? പ്രിയ AS ആണ്. അവരുടെ ഏത് കൃതിക്കാണ് ഇത് ലഭിച്ചത്? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന് പറയുന്ന ആ ഒരു കൃതിക്കാണ് പ്രിയ ASന് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷണീയവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അതൊരു ഡാഷ് ആണ്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമായിട്ട്, പ്രധാനമായിട്ട് ബാങ്ക് പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെയിൽ വരുമ്പോൾ അതൊരു ഫിഷിംഗ് ആണ് എന്ന് പറയാം. അതായത് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി അവർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അയക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിനെ നമ്മൾ ഫിഷിംഗ് എന്നാണ് പറയുക. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റൂട്ടർ. റൂട്ടർ ആണ് എന്ത് ചെയ്യുന്നത്? പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരം പ്രോസസ്സ് ചെയ്തുകൊണ്ട് അത് നെറ്റ്വർക്കിടയിലേക്ക് ഫോർവേഡ് ചെയ്തു കൊടുക്കുന്നത്. അടുത്തത്, ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്തിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി, അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
അടുത്തത് ഡാം ഒരു ഡാഷ് ആണ്. ഡാം എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ്. ആൻഡ്രോയിഡ് ഡിവൈസുകളെയൊക്കെ ബാധിക്കുന്ന ഒരു മാൽവെയർ ആണ് ഡാം എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡാം ഒരു മാൽവെയർ ആണ്. അടുത്തത് യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി. അതായത് നമ്മളുടെ റിയൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിയൽ വേൾഡിലേക്ക് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം പല ന്യൂസ് ചാനലിലൊക്കെ നിങ്ങൾ ആ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ആപ്ലിക്കേഷൻസ് കണ്ടിട്ടുണ്ടാവും. മലയാളത്തിലും പല ന്യൂസ് ചാനലുകളിലും അത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല? ഓപ്ഷൻസ് നോക്കാം. തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ചൂഷണത്തിനുള്ള അവകാശം ഒരു നിയമം എന്തായാലും കൊടുക്കില്ല. ഉപഭോക്താവിനെ ചൂഷണം ചെയ്യാൻ ഏതെങ്കിലും നിയമം പറയുമോ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആ ഒരു അവകാശം ഉറപ്പ് നൽകുന്നില്ല. പിന്നെ കേൾക്കാനുള്ള അവകാശം കൊടുക്കും. പരിഹാരം തേടാനുള്ള അവകാശം, അതൊക്കെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഭാഗമായിട്ട് വരുന്ന അവകാശങ്ങളാണ്. ചൂഷണത്തിനുള്ള അവകാശം ഈ ഒരു നിയമം കൊടുക്കുന്നില്ല. ആൻസർ ഓപ്ഷൻ ബി, ചൂഷണത്തിനുള്ള അവകാശം നമുക്കില്ല. അടുത്തത്, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് വകുപ്പിലാണ് പറയുന്നത്? 1990 ദേശീയ വനിതാ കമ്മീഷന്റെ 10ാം വകുപ്പിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ്. 10ാം വകുപ്പിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത്, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ആൻസർ ഓപ്ഷൻ എ ആണ്. മജിസ്ട്രേറ്റ്. അപ്പം മജിസ്ട്രേറ്റിനാണ് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ പറ്റുന്നത്. അപ്പം മജിസ്ട്രേറ്റിന് മാത്രമാണ് അത് ചെയ്യാനായിട്ട് പറ്റുക. അടുത്തത്, 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ പറയുന്നതെല്ലാം 2ാം വകുപ്പിൽ പെടുന്നതാണ്. ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, ഇതെല്ലാം 2ാം വകുപ്പിൽ വരുന്നതാണ്. വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇതെല്ലാം പെടുന്നുണ്ട്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്തത്, 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 30 ദിവസം. അതായത് ഈ ഒരു കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരം പോസ്കോ ആക്ട് ആണ് പറയുന്നത്. പോസ്കോ ആക്ട് 2012 പ്രകാരം ഒരു പ്രത്യേക കോടതി കുറ്റം വിചാരണ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇരയായ കുട്ടിയിൽ നിന്നുള്ള തെളിവ് എത്ര ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള തെളിവുകൾ രേഖപ്പെടുത്തണം എന്നുള്ളത് ഉറപ്പുവരുത്തണം. അടുത്തത്, പോസ്കോ നിയമപ്രകാരം കുട്ടി എന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 18 വയസ്സിന് താഴെയുള്ള ഏത് വ്യക്തിയും കുട്ടിയായിട്ടാണ് പോസ്കോ നിയമം കണക്കാക്കുന്നത്. അപ്പോൾ പോസ്കോ ആക്ട് അല്ലെങ്കിൽ പോസ്കോ എന്ന് പറയുന്ന ആ വേർഡിന്റെ ഫുൾ ഫോം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പിന്നെ ഈ ഒരു ആക്ട് വന്നതിന് ശേഷം 2019 ഒന്നുകൂടി ഈ ഒരു ആക്ട് ഭേദഗതി ചെയ്തായിരുന്നു. അതായത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചെയ്യുന്നവർക്ക് എതിരെ വധശിക്ഷ വരെ ഈ ഒരു ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ട് ആണ് 2019 ഭേദഗതി വന്നത്. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷന്റെ 2024 അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. രേഖ ശർമ്മയാണ് 2024 ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ. 1990
ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരം 1992 ജനുവരിയിലാണ് ഈ പറയുന്ന ദേശീയ വനിതാ കമ്മീഷൻ ഫോം ചെയ്യുന്നത്. ആദ്യത്തെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ജയന്തി പട്നായിക് ആണ്. അപ്പോൾ ഇതിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ജയന്തി പട്നായിക്. ജയന്തി പട്നായിക് എന്ന് പറയുന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ അഥവാ ആദ്യത്തെ അധ്യക്ഷയായിരുന്നു. നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ്. 1992 ജനുവരിയിലാണ് കമ്മീഷൻ ഫോം ചെയ്തത്. ഏത് ആക്ടിന്റെ ബേസിസിലാണ്? ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് 1990 പ്രകാരമാണ് ഈ ഒരു കമ്മീഷൻ ഫോം ചെയ്തത്. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ഒരു 5 കൂടി നോക്കാം. ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിന്റെ അകം കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? അപ്പോൾ ഈ ഒരു ബഹുഭുജത്തിന്റെ കോണളവുകൾ തമ്മിലുള്ള അതിന് ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരു ബഹുഭുജം അഥവാ പോളിഗണിന്റെ പുറം കോണുകളുടെ അളവ് അല്ലെങ്കിൽ പുറം കോണുകളുടെ ആകെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. പുറം കോണുകളുടെ ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും ഏതൊരു ബഹുഭുജമാണെങ്കിലും. ഇനി അകം കോണുകളുടെ അളവ് കണ്ടുപിടിക്കാനായിട്ട്, അകം കോണുകളുടെ ആകെ തുക കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അത് n-2 ഇൻറ്റു 180 ഡിഗ്രി, n-2 ഇൻറ്റു 180 ഡിഗ്രി. അതിൽ n എന്ന് പറയുന്നത് ആ ഒരു ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ n-2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് ഒരു ബഹുഭുജത്തിന്റെ അകം കോണുകളുടെ ആകെ തുക കണ്ടുപിടിക്കാം. പിന്നെ പുറം കോണുകളുടെ ആകെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി. അപ്പോൾ ആ 360 ഡിഗ്രി ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണെന്നാണ് പറയണത്? അതിൻ്റെ അകം കോണുകളുടെ തുകയുടെ 2 മടങ്ങ്. അപ്പോൾ അകം കോണുകളുടെ തുകയ്ക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, n-2 ഇൻറ്റു 180, അതിൻ്റെ 2 മടങ്ങ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാണെങ്കിൽ എങ്ങനെ വരും? 360 ഈക്വൽ ടു 2 ഇൻറ്റു n-2 ഇൻറ്റു 180. അതായത് 360 പുറം കോണുകളുടെ തുക ഈക്വൽ ടു അകം കോണുകളുടെ തുകയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു n-2 ഇൻറ്റു 180. ഇനി ഇത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ആദ്യം റൈറ്റ് സൈഡിൽ കിടക്കണം മൾട്ടിപ്ലിക്കേഷനിലുള്ള 2 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഡിവിഷൻ ആക്കുക. അപ്പോൾ 360/2 വരും ഈക്വൽ ടു n-2 ഇൻറ്റു 180. 360/2 180 ആണ്. 180 ഈക്വൽ ടു n-2 ഇൻറ്റു 180. അപ്പോൾ ഇനി n-2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 180 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഡിവിഷൻ ആക്കുക. അപ്പോൾ 180/180 ഈക്വൽ ടു n-2 എന്ന് വരും. 180/180 180 ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ 1 വരും. അപ്പോൾ n-2 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n എത്രയായിരിക്കും? -2 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ +2 ആവും. അപ്പോൾ n ഇസ് ഈക്വൽ ടു 1 + 2 അഥവാ n ഇസ് ഈക്വൽ ടു 3 ആണ് വരിക. അതായത് ആ ഒരു ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3. നെക്സ്റ്റ്, 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? ഇതിപ്പോൾ നമ്മൾ ഇക്വേഷൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് തന്നെയാണ്. അകക്കോണുകളുടെ തുക എപ്പോഴും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എത്രയാ? n-2 ഇൻറ്റു 180. ഇവിടെ 12 വശം തന്നിട്ടുണ്ട്. അപ്പോൾ n-ന് പകരം 12 കൊടുക്കുക. 12 - 2 ഇൻറ്റു 180, അതായത് 10 ഇൻറ്റു 180, അതായത് 1800 ആണ് അകക്കോണുകളുടെ തുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 1800 ആണ് അകക്കോണുകളുടെ തുക. അകക്കോണുകളുടെ തുകയുടെ ഇക്വേഷൻ n-2 ഇൻറ്റു 180. പുറം കോണുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കാം. അടുത്തത് 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? അതായത് ഈ ഒരു ശ്രേണി ഇങ്ങനെ എഴുതി പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു നമ്പർ വരും. ആ നമ്പറിന്റെ വർഗം ആണ് 2500 എന്ന് പറയുന്നത്. അപ്പോൾ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ശ്രേണിയിൽ ഇപ്പോൾ ഇത്രാമത്തെ പദം അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ നമുക്കറിയാലോ, an ഇസ് ഈക്വൽ ടു a + n-1 ഇൻറ്റു d. അതാണ് ഇക്വേഷൻ. അപ്പം അതിൽ nth ടേം നമുക്ക് തന്നിട്ടില്ല, അതിൻ്റെ വർഗം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടുമല്ലോ. ആ ഒരു nth ടേമിൻ്റെ പവർ അല്ലെങ്കിൽ സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷനിലുള്ള നമ്പർ കിട്ടും.
അപ്പോൾ 2500 സ്ക്വയർ റൂട്ട് എത്രയാണ്? 50 വരിക. 2500 സ്ക്വയർ റൂട്ട് 50. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ കിടക്കണ നമ്പർ 50. അപ്പോൾ AN എന്ന് പറയുന്നത് 50. പിന്നെ ഈ ഒരു ശ്രേണിയിലെ ആദ്യ പദം A എന്ന് പറയുന്നത് 2, കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് എത്ര വരിക? ഇപ്പോൾ അത് 5ൽ നിന്ന് 2 മൈനസ് ചെയ്ത് നോക്കാം, 3. അല്ലെങ്കിൽ 8ൽ നിന്ന് 5 മൈനസ് ചെയ്ത് നോക്കാം, അതും 3. അപ്പോൾ കോമൺ ഡിഫറൻസ് 3. അപ്പോൾ AN 50, A 2, N നമുക്ക് കണ്ടുപിടിക്കണം. D എന്ന് പറയുന്നത് എത്രയാണ്? 3. പിന്നെ ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരും? 50 = 2 പ്ലസ് ഞാൻ 3 ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3n - 3 എന്ന് വരും. അപ്പോൾ 50 = അതിൽ 2 - 3 ചെയ്യുമ്പോൾ -1 ആണ് വരിക. അപ്പോൾ 50 = 3n - 1. പിന്നെ 50ൻ്റെ അടുത്തേക്ക് ആ ഒരു -1നെ കൊണ്ടുവരുമ്പോൾ +1 ആവും. അപ്പോൾ 3n = 51 എന്ന് വരും. അപ്പോൾ n = 51/3. 51/3 17 ഉത്തരം വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആണ്, 17. അടുത്തത് 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? കൂട്ടുപലിശയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എത്രയാണ് 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് നോക്കാം. എന്നിട്ട് എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കൂട്ടുപലിശ എന്നുള്ളത് കിട്ടും. അപ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചേക്കണേ? P × 1 + R/100 all raised to n. P പ്രിൻസിപ്പൽ, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, n എത്ര വർഷമാണെന്നുള്ളത്. അപ്പോൾ വാല്യൂസ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 25,000 × 1 + 8/100 ഹോൾ റൈസ് ടു n പകരം 2 കൊടുക്കുക, കാരണം 2 വർഷമാണ്. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 + 8/100 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 × 100 100, പിന്നെ +8, അപ്പോൾ 108/100 എന്ന് വരും, ഹോൾ റൈസ് ടു 2. അപ്പോൾ 2500 25,000 × 108/100 2 തവണ, അതിൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ 108/100 × 108/100. ഇനിയിപ്പോൾ അതിൽ ഒരു 100ലെ 2 0, 25,000ൽ 2 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 250 വരും ബാക്കി. പിന്നെ ന്യൂമറേറ്ററിൽ ഒരു 108ഉം പിന്നെ ഇപ്പുറത്ത് 108/100 ചെയ്യുമ്പോൾ ആക്ച്വലി ആ 0.2 ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ 1.08 ആണ് വരിക. അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? 250 × 108 × 1.08. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21,960 വരിക. 21,960 നമുക്ക് എമൗണ്ട് വരിക. ഇനിയിപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ആ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ എമൗണ്ട് 21,960 - 25,000. അപ്പോൾ എത്ര വരും? 4,160 നമുക്ക് എന്ത് വരിക? ഇൻട്രസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്, 4,160. അപ്പോൾ നേരിട്ട് ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പിന്നെ കാൽക്കുലേഷൻസ് തെറ്റിക്കാണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2 + 1/2 ഹോൾ സ്ക്വയർ മൈനസ് 1 + 1/2 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ. അപ്പോൾ 2 + 1/2 ആ ഒരു മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റണം. എങ്ങനെയാണ്? ആദ്യം 2 × 2 4, 4 പ്ലസ് ന്യൂമറേറ്ററിലുള്ള 1 കൂട്ടുക. അപ്പോൾ 4 + 1 5. അതായിരിക്കും നമ്മുടെ ആൻസറിൻ്റെ ന്യൂമറേറ്റർ. അപ്പോൾ 5 ഡിനോമിനേറ്റർ ഇതിൻ്റെ തന്നെ കൊടുക്കുക. അപ്പോൾ 5/2 മൈനസ്, അതുപോലെ തന്നെ അപ്പുറത്ത് ഇതുപോലെ ചെയ്യുമ്പോൾ 1 × 2 2, 2 + 1 3, അപ്പോൾ 3/2 കിട്ടും. അപ്പോൾ 5/2 സ്ക്വയർ മൈനസ് 3/2 സ്ക്വയർ. 5/2 എത്ര വരിക? 25/4, 3/2 9/4. അപ്പോൾ 25/4 - 9/4 വരും. 25ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ, അതായത് ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ 25 - 9 16, 16/4. 16/4 എത്ര വരിക? 4. അപ്പോൾ ആൻസർ വരെ ഓപ്ഷൻ B ആണ്, 4. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ബാക്കി ലാസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് അടുത്തൊരു പാർട്ടിലോട് ചെയ്ത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ഡിസ്കഷൻ ഹെൽപ്ഫുൾ ആവുന്നു എന്ന് വിചാരിക്കുന്നു. ഇതിനനുസരിച്ച് നിങ്ങളുടെ അടുത്ത എക്സാം എഴുതുന്നവർ പഠനം ക്രമീകരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.